ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ മൽഹാറിലെ 4ാമത്തെ ചാപ്റ്റർ പാനി രെ പാനിയാണ്. पानी रे पानी, कहाँ से आता है हमारा पानी और फिर कहाँ चला जाता है हमारा पानी. हमने कभी इस बारे में कुछ सोचा है? എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ വെള്ളം, പിന്നെ എവിടേക്കാണ് പോകുന്നത് നമ്മുടെ വെള്ളം? നമ്മൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? सोचा तो नहीं होगा शायद, पर इस बारे में पढ़ा ज़रूर है. നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷേ നമ്മൾ എന്തായാലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. भूगोल की किताब पढ़ते समय जल चक्र जैसी बातें हमें बताई जाती है. ഭൂഗോൾ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിയുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ജലചക്ര വാട്ടർ സൈക്കിളിനെ കുറിച്ച് എന്തായാലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും. एक सुंदर सा चित्र भी होता है इस पाठ के साथ. ഈ പാഠത്തിൻ്റെ കൂടെ ഒരു നല്ല സുന്ദരമായ ചിത്രവും ഉണ്ടാവും. सूरज, समुद्र, बादल, हवा, धरती, फिर बरसात की बूंदें और लो फिर बहती हुई एक नदी और उसके किनारे बसा तुम्हारा हमारा घर, गाँव या शहर. ആ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണ്. സൂരജ് എന്ന് വെച്ചാൽ സൂര്യൻ, സമുദ്രം, ബാദൽ ആകാശങ്ങൾ, മഴമേഘങ്ങൾ, ഹവ കാറ്റ്, ധരത്തി ഭൂമി, ഫിർ ബർസാത്ത് കി ബൂന്ദെ പിന്നെ മഴത്തുള്ളികൾ, ബർസാത്ത് എന്ന് വെച്ചാൽ മഴയുടെ തുള്ളികൾ. പിന്നെ എന്താണ് ബഹത്തി ഹുയേക് നദി, ഒഴുകുന്ന ഒരു നദി, അതിൻ്റെ അടുത്ത് അതിൻ്റെ കിനാര എന്ന് വെച്ചാൽ അതിൻ്റെ തീരത്ത് ബസ തുമാര ഹമാര എൻ്റെ നിൻ്റെ വീട്, അല്ലെങ്കിൽ എന്താ ഒരു ഗാവ് വില്ലേജ്, അല്ലെങ്കിൽ ഷെഹർ ടൗൺ. चित्र के दूसरे भाग में यही नदी अपने चारों तरफ का पानी लेकर उसी समुद्र में मिलती दिखती है. പിന്നെ ചിത്രത്തിൻ്റെ വേറൊരു സൈഡിൽ ദൂസരെ ഭാഗ് എന്ന് വെച്ചാൽ വേറെ ഭാഗത്ത് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ നദി തന്നെ അതിൻ്റെ ചുറ്റുപാടുള്ള വെള്ളം കൊണ്ട് അതേ സമുദ്രത്തിൽ പോയി മിൽത്തി ഹെ, പോയി മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോയി കൂടിച്ചേരുന്നു. ചിത്രമേ കുച്ച് തീർ ബി ബനെ രഹത്തെ ഹെ. ചിത്രത്തിൽ കുറച്ച് തീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോസ്, ചിത്രത്തിൽ കുറച്ച് ആരോസും ഉണ്ടാകും. സമുദ്ര സെ ഉഠി ഭാപ് बादल बनकर पानी में बदलती है और फिर इन तीरों के सहारे जल की यात्रा एक तरफ से शुरू होकर समुद्र में वापस मिल जाती है. സമുദ്ര സെ ഉഠി ഭാപ്, സമുദ്രത്തിൽ നിന്ന് ഉഠി എന്ന് വെച്ചാൽ ഉഠ്ന ഉയരുന്ന, ഭാപ് എന്ന് പറഞ്ഞാൽ ബാഷ്പം എന്നൊക്കെ പറയില്ലേ, സ്റ്റീം, നീരാവി സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഉയരുന്നു. എന്നിട്ട് ബാദൽ ബൻകർ ആകാശമായി എന്നുവെച്ചാൽ മഴമേഘമായി മാറുന്നു. പിന്നെ എന്താണ് പാനിമേ ബദൽത്തി ഹെ, അത് പിന്നെയും വെള്ളമായി, ആ ഉയരത്തിലെത്തി അത് തണുത്ത് പിന്നെയും മേഘമായി വെള്ളമായി മാറുന്നു. ഓർ ഫിർ ഇൻ തീരോം കെ സഹാരെ, പിന്നെ ഈ ആരോസിൻ്റെ സഹായത്തിൽ എന്താ ജൽ കി യാത്ര ഏക് തരഫ് സെ ശുരു ഹോക്കർ സമുദ്രമേ വാപ്പിസ് മിൽ ജാത്തി ഹെ. ഈ ആരോസിൻ്റെ സഹായത്തിൽ നമുക്ക് മനസ്സിലാവും ഈ വെള്ളത്തിൻ്റെ യാത്ര ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി അവസാനം എന്താ പിന്നെ സമുദ്രത്തിൽ തന്നെ ചെന്നെത്തുന്നു. ജൽ ചക്ര പൂരാ ഹോ ജാത്ത ഹെ, വാട്ടർ സൈക്കിൾ അങ്ങനെ കംപ്ലീറ്റ് ആവുന്നു. അതായത് സമുദ്രത്തിൽ നിന്ന് വെള്ളം നീരാവിയായി പൊന്തി മേലെ മഴമേഘമായി മാറുന്നു. അവിടെ തണുത്തത് മേഘമായി മാറി എന്താ പിന്നീട് മഴയായി പെയ്ത് പിന്നെ വെള്ളത്തിലൊക്കെ നദിയിലൊക്കെ വീണു, പിന്നെ നദിയിൽ നിന്നൊക്കെ ഒഴുകി പിന്നെയും സമുദ്രത്തിലെത്തുന്നു. ആ വെള്ളത്തിൻ്റെ വാട്ടർ സൈക്കിള് കംപ്ലീറ്റ് ആകുന്നു. യഹ് തോ ഹുയി ജലചക്ര കി കിതാബി ബാത്, ഇത് ജലചക്ര വാട്ടർ സൈക്കിളിനെ കുറിച്ചുള്ള പുസ്തകത്തിലുള്ള കാര്യമാണിത്. पर अब तो हम सबके घरों में, स्कूल में, माता पिता के कार्यालय में, कारखानों और खेतों में पानी का कुछ अजीब सा चक्कर सामने आने लगा है. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പുസ്തകത്തിലെ കാര്യം, ബുക്കിലെ കാര്യമാണ് വായിച്ചത്. പക്ഷേ ഇപ്പോഴെന്താ നമ്മളുടെ വീട്ടിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മളുടെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ഓഫീസിൽ, കാർഖാന എന്ന് പറഞ്ഞാൽ ഫാക്ടറീസിൽ, ഇൻഡസ്ട്രീസിലൊക്കെ, പിന്നെ ഖേത്തോമേ പാടത്തൊക്കെ വെള്ളത്തിൻ്റെ വേറെ അജീബ് സാ ചക്കർ സാമനെ, വേറെ തന്നെ ഒരു പ്രോബ്ലം നമ്മൾ കാണുകയാണ്. എന്താണെന്ന് നോക്കാം. നലോമിയ പൂരെ സമയ പാനി നെയ്യാത്ത, നലോമി എന്ന് വെച്ചാൽ പൈപ്പിൽ ഇപ്പോൾ ഫുൾ ടൈം ഒന്നും വെള്ളം വരില്ല.
नल खोलो तो उसे पानी के बदले സൂ സൂ की ആവാസ് ആനെ ലഗ്തി ഹെ. പൈപ്പ് തുറന്നാൽ എന്താ, വെള്ളത്തിന് പകരം സൂ സൂ എന്നുള്ള ഒച്ചയാണ് വരുന്നത്. പാനി ആത്താ ഭി തോ ബേവക്ത്, വെള്ളം വരികെ തന്നെയാണെങ്കിലോ ബേവക്ത്. ബേവക്ത് എന്ന് പറഞ്ഞാൽ അൺടൈംലി, ഏതൊക്കെയോ സമയത്ത്, കറക്റ്റ് സമയത്തൊന്നും വരികയില്ല വെള്ളം. കബി ദേർ രാത് കോ തോ കബി ബഹുത് സവേരെ. ചില സമയം എന്താ, ദേർ രാത്, രാത്രി, അങ്ങ് രാത്രി, ഒത്തിരി രാത്രി ആകുമ്പോഴാണ് വെള്ളം വരിക. അല്ലെങ്കിൽ എന്താ, ബഹുത് സവേരെ, ഏർലി മോർണിംഗ്. ആ സമയത്തൊന്നും ആൾക്കാർ വെള്ളം എടുക്കാനൊന്നും പോകുന്നല്ലോ. मीठी नींद छोड़कर घर भर की बाल्टियाँ बर्तन और घड़े भरते फिरे. നല്ല മീട്ടി നീന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്വീറ്റായിട്ടുള്ള ഉറക്കം വിട്ടിട്ട് നമ്മൾ വീട്ടിലുള്ള ബാൽട്ടിയ എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ എടുത്തെന്താ ഘടേ ഭർത്തേ ഫിരോ, ഈ കുടമൊക്കെ എടുത്ത് നമ്മൾ വെള്ളം നിറച്ചുകൊണ്ട് നടക്കണം. पानी को लेकर कभी कभी कहीं कहीं आपस में तू तू मैं भी होने लगती है. പാനിക്കോ, വെള്ളത്തിൻ്റെ പേരിൽ കബി കബി, ചില സമയത്ത്, കഹി കഹി, ചില ഇടങ്ങളിൽ, ആപ്പസ്മേ മേമേ തൂത്തു, മേമേ തൂത്തു എന്ന് പറഞ്ഞാൽ വഴക്കിടില്ലേ, ആൾക്കാർ വഴക്കിടുന്ന സാഹചര്യം വരെ ഉണ്ട് വെള്ളത്തിൻ്റെ പേരിൽ. रोज़ रोज़ के इन झगड़े टट्टों से बचने के लिए कई घरों में लोग नलों के पाइप में मोटर लगवा लेते हैं. ഈ എല്ലാ ദിവസവും റോസ് എന്ന് വെച്ചാൽ ഡെയിലി ഉള്ള ഈ വഴക്ക്, വെള്ളത്തിനെ കുറിച്ചുള്ള വഴക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില വീട്ടുകാർ എന്ത് ചെയ്യും, അവിടെയുള്ള പൈപ്പിൽ ഒരു മോട്ടർ വരെ വെക്കാറുണ്ട്. ഇസേ കൈ ഘറോं का पानी खींचकर एक ही घर में आता है. അങ്ങനെ ഒരു വീട്ടിലെ പൈപ്പിൽ മോട്ടർ വെച്ചാൽ എന്താവും, ബാക്കി വീട്ടിലേക്കെല്ലാം പോകുന്ന വെള്ളം എന്താ ഈ വീട്ടിലെ പൈപ്പിലോട്ട് വരും. ये तो अपने आसपास का हक छीनने जैसा काम है, लेकिन मजबूरी मानकर इस काम को मोहल्ले में कोई एक घर कर बैठे तो फिर और कई घर यही करने लगते हैं. പക്ഷേ ഇതെന്താ, ഇത് ശരിക്കും മറ്റുള്ളവരുടെ റൈറ്റ്സ് നമ്മൾ എന്താ ചെയ്യുന്ന, പിടിച്ചെടുക്കുന്നത് പോലെയല്ല. അതായത് അവർക്കുള്ള വെള്ളമല്ലേ, പക്ഷെ നമ്മളെന്താ വീട്ടിലെ പൈപ്പിൽ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെള്ളം കൂടി നമുക്ക് കിട്ടുമ്പോൾ അവരുടെ റൈറ്റ് അല്ലേ, അവർക്ക് വെള്ളം കിട്ടണം, അത് നമ്മൾ എടുക്കുന്നത് പോലെ ആകില്ലേ. പക്ഷേ എന്താ, മജ്ബൂരി, ആ സാഹചര്യം മൂലം അവർക്ക് അത്രയും കഷ്ടപ്പാടാണ് വെള്ളമില്ലാത്തതുകൊണ്ട്. ആ മജ്ബൂരി കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടി വരും. ആ നൈബർഹുഡിലെ ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു വീട് അങ്ങനെ ചെയ്താൽ അത് അറിയുകയാണെങ്കിൽ എന്തോ, വേറെയും പല വീടുകളും ഇതുപോലെ തന്നെ അവരുടെ പൈപ്പിൽ മോട്ടർ പിടിപ്പിക്കും. പാനിക്ക് കമി ഓർ ബഡ് ജാത്തി ഹെ. വെള്ളമില്ലായ്മ അത് പിന്നെയും കൂടും, പിന്നെ വെള്ളം തീരെ ഇല്ലാണ്ടാകും. ഷെഹറോ മേ തോ അബ് കൈ ചീസേ കി തര പാനി ബി ബിക്നെ ലഗെ ഹെ. ടൗണുകളിൽ എന്താ, ബാക്കി പല സാധനങ്ങളെയും പോലെ കൈ ചീസോ കി തര പാനി ബി ബിക്നെ ലഗെ, വെള്ളവും വിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ये कमी गाँव शहरों में ही नहीं बल्कि हमारे प्रदेशों की राजधानियों में और दिल्ली, मुंबई, कोलकाता, चेन्नई और बेंगलुरु जैसे बड़े शहरों में भी लोगों को भयानक कष्ट में डाल देती है. ഈ പ്രശ്നം നമ്മളുടെ എന്താ, ഗാവ് എന്ന് വെച്ചാൽ വില്ലേജ്, ഷെഹർ എന്ന് പറഞ്ഞാൽ ടൗണിൽ മാത്രമല്ല, ബൽക്കി പ്രദേശോക്ക് രാജധാനിയുമേ. രാജധാനി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ഓരോ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലിലും, അതുപോലെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ പോലത്തെ വലിയ ടൗണുകളിലും ആൾക്കാരെ എന്താ കഷ്ടത്തിലാക്കുന്നുണ്ട്. ദേശ് കെ കൈ ഹിസ്സോ മേ തോ അകാൽ ജൈസി ഹാലത്ത് ബൻ ജാത്തി ഹെ. ദേശത്തിൻ്റെ പല ഭാഗങ്ങളും അക്കാൽ എന്ന് പറഞ്ഞാൽ ഡ്രോട്ട്, വരൾച്ച പോലത്തെ ഹാലത്ത്, കണ്ടീഷൻ ആയി വരികയാണ്. യേ തോ ഹുയി ഗർമി കെ മൗസം കി ബാത്. ഇത് എന്താ, സമ്മറിൽ, ഗർമി എന്ന് പറഞ്ഞാൽ ചൂട് കാലത്തെ, മോസം എന്ന് പറഞ്ഞാൽ സീസൺ അല്ലെങ്കിൽ വെതർ. ഇത് ആ സമയത്ത് ചൂട് കാലത്തെ കാര്യമാണ് ഇത്, വെള്ളം ഇല്ലായിക. ലേക്കിൻ ബർസാത്ത് കെ മൗസം മേ ക്യാ ഹോത്താ ഹെ. ഇനി മഴക്കാലത്ത് എന്താ സംഭവിക്കുന്നത്, ബർസാത്ത് എന്ന് വെച്ചാൽ മഴ. ബർസാത്തിൻ്റെ മോസം എന്ന് മഴക്കാലത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്താ സംഭവിക്കുന്നത്, ലോ സബ് തരഫ് പാനി ഹി ബഹനെ ലഗ്ത ഹെ. എന്താ, ചുറ്റും എല്ലായിടത്തും വെള്ളം തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. हमारे तुम्हारे घर, സ്കൂൾ, സഡക്കോം, റെയിൽ കെ പട്ടരിയോം പർ പാനി ഭർ ജാത്ത ഹെ. എൻ്റെ, നിൻ്റെ വീട്, സ്കൂള്, സഡക്ക് എന്ന് വെച്ചാൽ റോഡുകളിൽ, റെയിൽ കെ പട്ടരിയ എന്ന് വെച്ചാൽ റെയിൽ പാളങ്ങൾ, എല്ലായിടത്തും വെള്ളം നിറഞ്ഞു വരും.
ദേശ് കെ കൈ ഭാഗ് ബാഡ് മേ ഡൂബ് ജാതെ ഹൈ. ദേശത്തിൻ്റെ പല ഭാഗവും ബാഡ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ്, വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകും. ये बाढ़ ना गाँवों को छोड़ती है और ना മുംബൈ ജैसे बड़े शहरों को. ഈ വെള്ളപ്പൊക്കം എന്താ നമ്മുടെ ഗ്രാമങ്ങളെയും വിടത്തില്ല, അതുപോലെ തന്നെ ടൗണുകളിലെയും വിടില്ല. എല്ലായിടത്തും ഒരേപോലെയാണ്. കുച്ച് ദിനോं के लिए सब कुछ थम जाता है, सब कुछ बह जाता है. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാം ഒന്ന് നിന്ന് പോകും, എല്ലാം ഒഴുകിപ്പോകും എല്ലാം. ये हालत हमें बताता है कि पानी का बेहद कम हो जाने और पानी का बेहद ज़्यादा हो जाना यानी अकाल और बाढ़ एक ही सिक्के का दो पहलू है. ഈ സിറ്റുവേഷൻ, ഹാലത്ത് നിന്ന് സിറ്റുവേഷൻ നമ്മൾ എന്താ കാണിച്ചത്, നമ്മളോട് എന്താ പറയുന്നത്, കി പാനിക്ക ബേഹദ് കം ഹോ ജാന, വെള്ളം തീരെ കുറഞ്ഞു പോകുന്നതും, പാനിക്ക ബേഹദ് സ്യാദ ഹോ ജാന, വെള്ളം ഒത്തിരി കൂടി പോകുന്നതും. അതായത് അക്കാൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഡ്രോട്ട്, വരൾച്ച, അതുപോലെ തന്നെ ബാഡ് ഫ്ലഡ് വെള്ളപ്പൊക്കം, രണ്ടും ഏക് ഹി സിക്കെ കാ ദോ പെഹലു ഹെ. ഒരേ കോയിൻ്റെ, സിക്ക എന്ന് പറഞ്ഞാൽ കോയിൻ, നാണയത്തിൻ്റെ രണ്ട് സൈഡുകളാണ്. പെഹലു എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡുകളാണ്, രണ്ട് വശങ്ങളാണ്. യദി ഹം ഇൻ ദോനോ കോ ठीक से समझ सके और संभाल ले तो ഇൻ കൈ സമസ്യവും സെ ചുട്കാര മിൽ സക്തെ. നമ്മൾ ഇതിനെ നല്ല മനസ്സിലാക്കുകയാണെങ്കിൽ, ठीक से നല്ല വൃത്തിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനെ എന്താ ഒരു രീതിയിൽ നമുക്കിത് ചുട്കാര പാന എന്ന് പറഞ്ഞാൽ ഗെറ്റ് റിഡ് ഓഫ്, നമുക്കതിൽ നിന്ന് സമാധാനം ലഭിക്കും. നമ്മളിതിനെക്കുറിച്ച് നല്ലോണം മനസ്സിലാക്കി ഇതിൻ്റെ എന്താ ചെയ്യേണ്ടേ ഇതിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാം. ചലോ തോടി ദേർ കെ ലിയെ ഹം പാനി കെ ഇസ് ചക്കർ കോ ഭൂൽ ജായേ ഓർ യാദ് കരെ അപ്നി ഗുല്ലക്കോ. ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ വെള്ളത്തിൻ്റെ ഈ പ്രശ്നത്തിനെ കുറിച്ച് മറന്നിട്ട് നമുക്ക് നമ്മളുടെ ഗുല്ലക്കിനെ കുറിച്ച് ഓർക്കാം. ഗുല്ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസയൊക്കെ ഇട്ട് വെക്കുന്ന പിഗ്ഗി ബാങ്ക് ഉണ്ടാവില്ലേ, കുടുക്ക. जब भी हम कोई पैसा हमें कोई पैसा देता है, हम खुश होकर दौड़कर उसे छट से अपने गुल्लक में डाल देता है. നമുക്ക് ആരെങ്കിലും പൈസ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തിന് വേഗം അതെടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ പിഗ്ഗി ബാങ്കിൽ നമ്മളുടെ കുടുക്കകത്തിടും. 1 रुपया 2 रुपया 5 रुपया, कभी सिक्के तो कभी छोटे बड़े नोट, सब इसमें धीरे धीरे जमा हो जाते हैं. 1 രൂപ 2 രൂപ 5 രൂപ, ചില സമയത്ത് സിക്കെ എന്ന് പറഞ്ഞാൽ കോയിൻ, ചില സമയത്ത് സിക്കെ, ചില സമയത്ത് എന്താ ബഡേ ചോട്ടെ നോട്ട്, വലിയതും ചെറുതുമായ നോട്ടുകളൊക്കെ നമ്മളിതിൽ പതിയെ പതിയെ ഇട്ട് നിറയ്ക്കും. फिर जब कभी हमें कुछ पैसों की ज़रूरत पड़ती है तो इस गुल्लक की बचत का उपयोग कर लेता है. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പൈസയുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗുല്ലക്കിലെ ഈ പിഗ്ഗി ബാങ്കിലെ ബച്ചത്ത് എന്ന് പറഞ്ഞാൽ സേവിങ്, നമ്മൾ നമ്മളുടെ കുടുക്കയിലെ സേവിങ്സ് ഉപയോഗിക്കും. ഹമാരി ധർത്തി ബി ഇസി തരക്കി ഖൂബ് ബഡി ഗുല്ലക്ക്. നമ്മളുടെ ഭൂമിയും ഇതുപോലൊരു വലിയൊരു കുടുക്കയാണ്. മിട്ടി കി ബനി ഇസ് വിശാൽ ഗുല്ലക് മേ പ്രകൃതി വർഷ കെ മൗസം മേ ഖൂബ് പാനി ബരസ്തി ഹൈ. മണ്ണ് കൊണ്ടുണ്ടാക്കി വലിയ ഗുല്ലക്കിൽ, ഈ വലിയ കുടുക്കയിൽ പ്രകൃതി വർഷാക്കിയ മോസമേ, പ്രകൃതി മഴക്കാലത്ത് ഒത്തിരി പാനി ബർസാത്തി ഹെ, മഴ പെയ്യിക്കും. തബ് रुपयों से भी कई गुना कीमती इस वर्षा को हम इस बड़ी गुल्लक में जमा कर लेना चाहिए. ആ സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് പൈസേനേക്കാളും വാല്യൂ ഉള്ള, വിലപിടിപ്പുള്ള ഈ മഴയെ നമ്മളെന്താ നമ്മളുടെ ഈ ഗുല്ലക്ക്, നമ്മളുടെ ഭൂമിയാകുന്ന ഈ കുടുക്കയിൽ ജമാക്കല്ലത്തെ ഇങ്ങനെ നിറച്ചു വെക്കുക, സേവ് ചെയ്യണം. ലേന ചാഹിയെ. ഹമാരെ ഗാവ് മേ शहर में जो छोटे बड़े तालाब झील आदि है वह धरती की गुल्लक में पानी भरने का काम करता है. നമ്മളുടെ നാട്ടിൻപുറങ്ങളിലും നമ്മളുടെ ടൗണുകളിലും വലുതും ചെറുതുമായ താലാബ്, ചെറിയ പോണ്ടുകൾ, ചെറിയ കുളങ്ങൾ, ഝീൽ എന്ന് പറഞ്ഞാൽ ഈ തോടുകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താ ചെയ്യുന്നത്, ഗുല്ലക് മേ പാനി ഭർനേക്കാ കാം കർത്താ ഹൈ. നമ്മളുടെ കുടുക്ക, ഭൂമിയാകുന്ന കുടുക്കയിൽ വെള്ളം നിറയ്ക്കുന്ന പണി ഇതൊക്കെ ഇവർ ചെയ്യും. इनमें जमा पानी ज़मीन के नीचे छिपे जल के भंडार में धीरे धीरे रिस कर छन कर जा मिलता है. നമ്മളിങ്ങനെ സേവ് ചെയ്യുന്ന പാനി എന്താ ആവുന്നത്, ജമീൻ കെ നീച്ചെ ചിപ്പെ, ജമീൻ എന്ന് വെച്ചാൽ മണ്ണ്, ലാൻഡിൻ്റെ അടിയിൽ നീച്ചെ ചിപ്പെ ഒളിച്ചിരിക്കുന്ന എന്താ
ജൽ ഭണ്ഡാർ, നമ്മൾക്ക് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടല്ലോ, ഭൂമിയുടെ അടിയിൽ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടല്ലോ, അതിലേക്ക് ധീരെ ധീരെ റിസ്കർ, പയ്യെ പയ്യെ താഴെ സീപ്പ് ചെയ്യുക. റിസ്കർ എന്ന് പറഞ്ഞാൽ സീപ്പ് ചെയ്യുക, പതിയെ പതിയെ ഭൂമിയുടെ അടിയിലോട്ട് പോയി ഛൻകർ ഫിൽറ്റർ ആയിട്ട്, എന്ന് വെച്ചാൽ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ അത് ഫിൽറ്റർ ആവുമല്ലോ വെള്ളം, അതിൽ മണ്ണും പൊടിയൊക്കെ പോയി ഇങ്ങനെ താഴേക്ക് വെള്ളം ഭൂമിയുടെ താഴേക്ക് പോകും. എന്നിട്ട് ഗ്രൗണ്ട് വാട്ടറിൽ ജാമിൽത്താഹ, ഗ്രൗണ്ട് വാട്ടറിൽ ചെന്നെത്തുന്നു ഈ വെള്ളം. ഇസേ ഹമാര ഭൂജൽ ഭണ്ഡാർ സമൃദ്ധ ഹോ ജാത്ത ഹെ. ഇങ്ങനെ മഴ പെയ്ത് ഭൂമിയുടെ അടിയിലോട്ട് ഇങ്ങനെ വെള്ളം പോകുന്നതിലൂടെ നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ ഒത്തിരി നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ കുറേ വെള്ളം കിട്ടുന്നു. ഗ്രൗണ്ട് വാട്ടറിൽ ഭണ്ഡാർ സമൃദ്ധ ഹോ ജാത്ത ഹെ, അതിൻ്റെ അകത്ത് സേവ് ആയിട്ടുള്ള വെള്ളം കൂടും. പാനി കാ യഹ് ഖസാന ഹമേ ദിഖാ नहीं, लेकिन इसी खजाने से हम बरसात का मौसम बीत जाने के बाद पूरे साल भर तक अपना उपयोग के लिए घर में, खेतों में, पाठशाला में पानी निकाल सकते हैं. നമുക്ക് ഈ ഖസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷറി. അത് നമുക്ക് കാണില്ല, എന്നുവെച്ചാൽ ഗ്രൗണ്ട് വാട്ടറാണല്ലോ, അത് ഭൂമിയുടെ അടിയിലാണ്. മഴക്കാലത്ത് ഇതിൽ വെള്ളം നിറയും. മഴക്കാലം കഴിഞ്ഞാലോ വർഷം തോറും നമ്മൾക്ക് മഴയില്ലാത്ത സമയത്ത് നമ്മളുടെ വീട്ടിലേക്ക്, നമ്മളുടെ ഓരോ ഉപയോഗങ്ങൾക്ക്, സ്കൂളിലേക്ക്, പിന്നെ പാടങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ അണ്ടർ വാട്ടർ, നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. നമ്മൾ കിണറുകളിലും ബോർവെല്ലൊക്കെ വെള്ളം വരുന്നില്ല, അത് അവിടെ നിന്നാണ്. लेकिन एक दौर ऐसा भी आया जब हम लोग इस छिपे खजाने का महत्व भूल गए और ज़मीन के लालच में हमने अपने तालाबों को कचरे से पाटकर भरकर समतल बना दिया. ഒരു കാലം വന്നു, ഒരു കാലത്ത് എന്ത് സംഭവിച്ചു, നമ്മൾ ഇതിനെക്കുറിച്ച് മറന്നു. നമ്മൾക്കിത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഗ്രൗണ്ട് വാട്ടർ എന്ന കാര്യമൊക്കെ മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ജമീൻ കെ ലാലച്ച്, മണ്ണുണ്ടാക്കാനുള്ള, അതായത് കുറേ പാടങ്ങളും തോടും ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ മേലെ മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ലാൻഡ് കിട്ടുമല്ലോ. അപ്പോൾ ഈ കുറേ ലാൻഡ് ഉണ്ടാക്കാനുള്ള ലാലച്ച് എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, അത്യാഗ്രഹത്തിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ താലാബ് മേ കച്ചറേസെ പാട്കർ ഭർക്കർ സമതൽ വനത്ത്, നമ്മൾ ഈ പോണ്ടുകളൊക്കെ, നമ്മൾ ഈ കുളങ്ങളൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടി സമതലമാക്കി മാറ്റി, പ്ലെയിൻ ലാൻഡാക്കി മാറ്റി. देखते ही देखते इन पर तो कई मकान, कई बाज़ार, സ്റ്റേഡിയം ഓർ സിനിമ ആദി ഖടേ ഹോ ഗए. നമ്മളിങ്ങനെ കണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ഈ കുളത്തിലൊക്കെ മണ്ണൊക്കെ ഇട്ട് മൂടി സമതലമാക്കി മാറ്റില്ലേ, അവിടെ മക്കാൻ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സ്, കഹി ബാസാർ, ചിലയിടത്തൊക്കെ ബാസാർ മാർക്കറ്റ്, സ്റ്റേഡിയം, സിനിമ തിയേറ്റർ, അതൊക്കെ ഉണ്ടാക്കി. എവിടെ? നമ്മൾ ഈ കുളമൊക്കെ നികത്തിയെടുത്ത്. ഇസ് ബഡി ഗൽത്തി കി സസ അബ് ഹം സബ് കോ മിൽ രഹി ഹൈ. ആ ചെയ്ത വലിയ തെറ്റിൻ്റെ സസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. गर्मी के दिनों में हमारे नल सूख जाते हैं और बरसात के दिनों में हमारी बस्तियाँ डूबने लगती है. ഇതിനുള്ള ശിക്ഷയായിട്ട് നമുക്ക് പണിഷ്മെൻ്റായിട്ട് ഇപ്പോൾ എന്താ നടക്കുന്നത്? ഗർമിക്ക് ദിനമേ, ചൂട് കാലത്ത് നമ്മളുടെ പൈപ്പെല്ലാം ഡ്രൈ ആയി പോകും, വെള്ളമില്ല പൈപ്പിലൊന്നും. ബർസാത്ത് കെ ദിനമേ ഹമാരി ബസ്തിയ ഡൂബ്നെ ലഗ്തി ഹെ. മഴക്കാലത്ത് ബസ്തിയ എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടല്ലോ, വീട് കുറേ ഇങ്ങനെ അടുത്തിങ്ങനെ ഒത്തിരി വീടുകളൊക്കെ ആയിട്ട് അങ്ങനത്തെ സെറ്റിൽമെൻറ്റിനെയാണ് ബസ്തി എന്ന് പറയുക. നമ്മളുടെ ബസ്തി ഡൂബ്നെ ലഗ്തി, വെള്ളപ്പൊക്കം വന്നിട്ട് നമ്മളുടെ വീടും സെറ്റിൽമെൻറ്റ്സൊക്കെ മുങ്ങിപ്പോകുന്നു. इसीलिए यदि हमें अकाल और बाढ़ से बचना है तो अपने आसपास के जल स्रोतों की, तालाबों की और नदियों आदि की रखवाली अच्छे ढंग से करनी पड़ेगी. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് അക്കാൽ, ഡ്രോട്ട്, വരൾച്ചനെ, അല്ലെങ്കിൽ ബാഡ്, ഫ്ലഡ്, വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ചുറ്റുപാടുമുള്ള ജലസ്രോത്ത്, വാട്ടർ സോഴ്സസ്, വെള്ളം ഉണ്ടാകുന്ന സോഴ്സസ് ഉണ്ടാവില്ലേ, അതിനെയൊക്കെ, പിന്നെ താലാബോക്കും, കുളങ്ങളെ, നദി, അതുപോലെ തന്നെ ബാക്കി വെള്ളത്തിൻ്റെ സോഴ്സസിനെ നമ്മൾ സൂക്ഷിച്ച്, രഖ്വാലി എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്യണം. നമ്മൾ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല, അങ്ങനെ കുളമൊക്കെ മണ്ണിട്ട് നികത്തി ലാൻഡാക്കാൻ പാടില്ല.
അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ജലചക്ര ഹം ठीक से समझे, जब बरसात हो तो उसे धाम ले, अपना भूजल भंडार सुरक्षित रखे, अपनी गुल्लक भरते रहे, तभी हमें ज़रूरत के समय पानी की कोई कमी नहीं आएगी. ജലചക്രത്തിനെ നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. മഴക്കാലം ഉള്ളപ്പോഴത്തേക്കും നമ്മൾ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ ഭൂജൽ ഭണ്ഡാർ സുരക്ഷിത, നമ്മൾ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ സേഫ് ആക്കിയിട്ട് വെക്കണം. പിന്നെ നമ്മളുടെ ഗുല്ലക്, നമ്മളുടെ പിഗ്ഗി ബാങ്ക്, നമ്മൾ ഈ ഭൂമിനെ നമ്മൾ ഭർത്തേ രഹേ, അപ്നി ഗുല്ലക് ഭർത്തേ രഹേ. ഭർണ എന്ന് വെച്ചാൽ ഫിൽ ചെയ്യുക. തബി ഹമേ ജറൂരത് കി സമയ പാനിക്ക് കോയി കമി നെയ് ആയേഗി. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ മഴക്കാലത്ത് മഴ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് വെള്ളം എപ്പോഴാണ് ആവശ്യം വരുന്നത്, അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു കുറവും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നമ്മളുടെ എല്ലാ വാട്ടർ സോഴ്സസിനെയൊക്കെ നമ്മൾ നോക്കി നമ്മൾ വാട്ടർ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാകും. യദി ഹംനെ ജലചക്ര കാ ठीक ഉപयोग नहीं किया तो हम पानी के चक्कर में फंसते चले जाएंगे. നമ്മളിനിപ്പോൾ വാട്ടർ സൈക്കിളിനെ കുറിച്ച് നേരെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ചക്രം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോബ്ലം, ഈ വെള്ളത്തിൻ്റെ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കും. അനുപം മിശ്ര. ഇനി നമുക്കിതിൻ്റെ ഓഥറിനെ കുറിച്ച് അറിയാം. ലേഖക് സെ പരിചയം. അനുപം മിശ്ര एक प्रखर लेखक, संपादक और जाने माने पर्यावरणविद होने के साथ साथ छायाकार भी थे. അനുപം മിശ്ര ഒരു ഷാർപ്പ് റൈറ്ററും സമ്പാദകവും പിന്നെ ഒരു ജാനമാനെ പര്യാവരണവിദ് എന്ന് വെച്ചാൽ എൻവയോൺമെൻ്റലിസ്റ്റ്. അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു ഛായാകാർ, ഒരു ഫോട്ടോഗ്രാഫറും കൂടി ആയിരുന്നു. पर्यावरण संरक्षण के क्षेत्र में उन्होंने अनेक प्रयोगात्मक कार्य की है. അദ്ദേഹം എൻവയോൺമെൻറ്റിനെ, അതായത് നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കുറേ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആജ് ബി ഖരെ ഹെ താലാബ് ഉൻകി സർവാധിക് ചർച്ചിത് പുസ്തക് ഹെ. അദ്ദേഹത്തിൻ്റെ വളരെ ചർച്ച ചെയ്യപ്പെട്ട വളരെ ഫേമസ് ആയ പുസ്തകമാണ് ആജ് ബി ഖരെ ഹെ താലാബ്. ബ്രെയിൽ ലിപി സഹിത് ഇസ്ക അനുവാദ് അനേക് ഭാഷാओं में हो चुका है. ഈ പുസ്തകം ബ്രെയിൽ ലിപിയിൽ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. സാഫ് മാധേ കാ സമാജ് ഉൻകി ഏക് ഓർ മഹത്വപൂർണ്ണ പുസ്തകം. അദ്ദേഹത്തിൻ്റെ വേറൊരു മഹത്വപൂർണ്ണമായ പുസ്തകമാണ് സാഫ് മാധേ കാ സമാജ്. വേ ഗാന്ധി ശാന്തി പ്രതിഷ്ഠാൻ സെ പ്രകാശിത് ഹോനെ വാലി പത്രിക ഗാന്ധി മാർഗ് കെ സംസ്ഥാപക് ഓർ സമ്പാദക് ബി थे. അദ്ദേഹം ഗാന്ധി ശാന്തി എന്ന പ്രതിഷ്ഠാൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ചെയ്യുന്ന പത്രിക മാഗസിനായ ഗാന്ധി മാർഗിൻ്റെ സംസ്ഥാപക് എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയ ആളും അത് സ്ഥാപിച്ച വ്യക്തിയും അതേപോലെ സമ്പാദക് എഡിറ്ററും ആയിരുന്നു. ഇതാണ് നമ്മളുടെ പാനി എന്ന എസ്സേ ആയിരുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.